നമസ്കാരം. അഭിനയ ലോകത്ത് നിന്ന് നീണ്ടൊരു ഇടവേളയെടുത്ത പ്രിയപ്പെട്ട ലിസി വീണ്ടും അങ്ങനെ ക്യാമറയ്ക്ക് മുന്നിലേക്ക്. കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഏറ്റവും പുതിയ പരസ്യ ചിത്രത്തിലൂടെയാണ് തിരിച്ചുവരവ്. സംവിധായകനാകുന്നത് പ്രിയദർശനും. ഒരു കുടുംബ സംഗമം പോലെ മനോഹരമായ ഈ പരസ്യ ചിത്രത്തിൽ ലിസിക്കും പ്രിയദർശനും ഒപ്പം മകൾ കല്യാണി പ്രിയദർശനും തമിഴ് സിനിമയിലെ പ്രിയങ്കരനായ പ്രഭു ഗണേശനും അണിനിരക്കുന്നുണ്ട്. പ്രിയപ്പെട്ട താരങ്ങളുടെ ഈ അപൂർവ കൂടിച്ചേരൽ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിക്കഴിഞ്ഞു. 1988 പുറത്തിറങ്ങിയ ചിത്രം എന്ന സിനിമയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് പ്രിയദർശന്റെ സംവിധാനത്തിൽ ലിസി അഭിനയിക്കുന്നത് എന്നതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഓഫ് വൈറ്റും മജന്തയും നിറമുള്ള കാഞ്ചീപുരം പട്ടണിഞ്ഞാണ് ലിസി പരസ്യ ചിത്രത്തിൽ എത്തുന്നത്. സെറ്റിലെത്തിയ ലിസിയെ ആലിംഗനം ചെയ്തു സ്വീകരിക്കുന്ന കല്യാണിയെ ദൃശ്യങ്ങളിൽ കാണാം. ഷൂട്ടിന് മുൻപ് പ്രിയദർശനെ ആലിംഗനം ചെയ്ത് ലിസി സംസാരിക്കുന്നതും സ്ക്രിപ്റ്റ് ചർച്ച ചെയ്യുന്നതുമായ ദൃശ്യങ്ങൾ സന്തോഷപൂർവ്വമാണ് ആരാധകർ ഏറ്റെടുത്തത്. ഈ വർഷം ജനുവരിയിൽ സംവിധായകൻ സിബി മലയലിന്റെ മകന്റെ വിവാഹത്തിന് ഇരുവരും കൈകോർത്തെത്തിയത് ആ ഒരു നിമിഷം മുതൽ പ്രിയദർശനും ലിസിയും വീണ്ടും ഒന്നിക്കുകയാണെന്ന സൂചന സജീവമായി സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു. പ്രിയദർശന്റെ ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയിലൂടെയാണ് ലിസി ആദ്യമായി നായികയാവുന്നത്. അതിനുശേഷം നിരവധി സിനിമകളിൽ ഒന്നിച്ച് പ്രവർത്തിച്ചു. 1990 ഡിസംബർ 13 ഇരുവരും വിവാഹിതരായി. പിന്നീട് സിനിമയിൽ നിന്ന് ലിസി നീണ്ട ഒരു ഇടവേളയെടുക്കുകയായിരുന്നു. 26 വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം 2016 വേർപിരിഞ്ഞ പ്രിയദർശനും ലിസിയും ഈ അടുത്താണ് വീണ്ടും ഒന്നിച്ചത്. വിവാഹ സർട്ടിഫിക്കറ്റ് ഒഴികെ ഞങ്ങൾ പഴയതുപോലെ ഒരേ ജീവിതം തന്നെയാണ് ഇപ്പോൾ നയിക്കുന്നത്. ഇതാണ് പ്രിയദർശൻ പറഞ്ഞത്. നേരത്തെ സംവിധായകൻ സിബി മലയലിന്റെ മകന്റെ വിവാഹത്തിന് ഇരുവരും ഒരുമിച്ചെത്തിയത് വലിയ രീതിയിൽ വാർത്തയായി മാറിയിരുന്നു. ഇതോടെയാണ് ഇരുവരും വീണ്ടും ഒന്നായെന്ന അഭ്യൂഹങ്ങളും സജീവമായത്. എന്തായാലും കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇരുവരും വീണ്ടും ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു. അങ്ങനെയാണ് ആ ഒരു കല്യാണത്തിലും ഇവർ ഒരുമിച്ചെത്തിയത്. എന്തായാലും അത്തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ തന്നെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. പ്രിയദർശനും ലിസിയും വീണ്ടും ഒന്നിക്കാനായി മക്കളായ നടി കല്യാണി പ്രിയദർശനും സിദ്ധാർത്ഥും വലിയ ശ്രമം നടത്തിയിരുന്നു. ഏതാണ്ട് 6 മുതൽ 8 മാസം മുമ്പ് തന്നെ ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ തീരുമാനമെടുത്തിരുന്നു. ഇനിയൊരു വിവാഹം വേണ്ടെന്നും സൗഹൃദത്തിനും പരസ്പരമുള്ള കരുതലിനുമാണ് പ്രാധാന്യമെന്നും ഇരുവരും കരുതുന്നുണ്ട്. ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഇത്തരത്തിലുള്ള ഒരു ഒത്തുചേരൽ എന്തായാലും സിനിമാ പ്രേമികളുടെ മനസ്സിൽ വലിയ സന്തോഷം നിറയ്ക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.